ഷിആറുകളിൽപ്പെട്ട മതചിഹ്നങ്ങളിൽപ്പെട്ട വലിയൊരടയാളമാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ. പള്ളികൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഇസ്ലാമിലുള്ളത്. എന്തിനാണ് പള്ളികൾ എന്ന് ചോദിച്ചാൽ, രണ്ട് വരിയിൽ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ എല്ലാ മതചിഹ്നങ്ങളും പ്രകടമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് പള്ളി. അള്ളാഹു ആദരിച്ച സ്ഥലങ്ങളുണ്ട്, അള്ളാഹു ആദരിച്ച സമയങ്ങളുണ്ട്, അള്ളാഹു ആദരിച്ച വ്യക്തികളുണ്ട്, അള്ളാഹു ആദരിച്ച മാസങ്ങളുണ്ട്. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ എന്ന് പറയുന്നത്, ഷിആറുകൾ. ആ ഷിആറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ തഖ്വയുള്ളവരാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നത്, അത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്, ഹൃദയത്തിൻ്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ് മസാജിദുഹ, അള്ളാഹുവിൻ്റെ പള്ളികൾ. പള്ളികളെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ അള്ളാഹുവിൻ്റെ വീടുകളാണെന്ന്. ഇനി എന്ത് വേണം അതിൻ്റെ പ്രത്യേകത? നമ്മൾ പറയാറുണ്ട്, അത് എൻ്റെ വീട്, ഇത് ഇന്ന ഹാജിയുടെ വീട്, അത് ഇന്ന വ്യക്തിയുടെ വീട്. അതിനൊക്കെ വലിയ മഹത്വമുള്ള ആളുകളാണെങ്കിൽ ഓരോ വീടുകൾക്കും നമ്മൾ ഓരോ സ്ഥാനം കൊടുക്കാറുണ്ട്. പക്ഷേ ഭൂമിയിലുള്ള എല്ലാ പള്ളികളും, അതിന് ഓലമേഞ്ഞ പള്ളിയാകട്ടെ, കോൺക്രീറ്റ് കെട്ടിടങ്ങളാകട്ടെ, ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ട ഭവനങ്ങളാകട്ടെ, പള്ളികളാണോ അത് അള്ളാഹുവിൻ്റെ വീടുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ മര്യാദയായി പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഫലാ തദ്ഉ, ആ ഫ എന്ന് പറഞ്ഞാൽ ഫാഉൽ ഫസീഹ എന്നറിയപ്പെടുക. പെട്ടെന്ന് തന്നെ അല്ലാഹ് പറയാൻ, ഫലാ, ഒരിക്കലും അരുത്, തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം ആ പള്ളിയിൽ നിങ്ങൾ ആരെയും വിളിച്ചു തേടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിൽ കാണാം, പള്ളിയുടെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അഹബ്ബ് എന്ന് പറഞ്ഞാൽ അഫ്അൽ വസ്നാണ്, ഏറ്റവും ഉന്നതമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ. ആ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ് അസ്വാഖുഹാ, അള്ളാഹുവിന് ഏറ്റവും കോപവും ദേഷ്യവുമുള്ള ഇടങ്ങൾ അങ്ങാടികളാണ്, സൂക്കുകളാണ്. അതുകൊണ്ട് സഹാബത്തിനോട് നമ്മുടെ നേതാവ് പറയാറുണ്ട്, നിങ്ങൾ ആദ്യം അങ്ങാടിയിലെത്തുന്നവരാകരുത്, അവസാനം പോരുന്നവരുമാകരുത്. എന്നാൽ പള്ളിയെക്കുറിച്ച് പറഞ്ഞത് എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാ, അവിടെ ആദ്യം എത്തുന്നവർ നിങ്ങളാകണം, അവസാനം പിരിഞ്ഞു പോകുന്നവർ നിങ്ങളാകണം എന്നുള്ള ആശയമൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ വീടുകൾക്ക്, അതിൻ്റെ ഉന്നമനത്തിന്, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരാൾ സന്നദ്ധനാവുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന മഹത്വം ഏറെയാണ്. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബനാ മസ്ജിദ, ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയുടെ നിർമ്മാണം തൻ്റെ കൂട്ടായ്മയെ വലുതാക്കാനോ, തൻ്റെ മഹല്ലുകാരുടെ വമ്പ് കാണിക്കാനോ, അല്ലെങ്കിൽ വലിയ പൊങ്ങച്ചം കാണിക്കാനോ ഒക്കെയാണ് എങ്കിൽ അതിന് കൂലിയില്ല. നേരെ മറിച്ചുകൊണ്ട് ആ പള്ളി നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരേ ഒരു ലക്ഷ്യം, അതെന്തായിരിക്കണം? യബ്തഗീ ബിഹി വജ്ഹല്ലാഹ്, യബ്തഗീ ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പള്ളി അവൻ നിർമ്മിക്കുന്നതെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ, ഈ ദുനിയാവിൽ, ഭൂമിയിൽ എവിടെയാകട്ടെ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സഹകരണം നടത്തിയാൽ, ഒരു ചെറിയ ഒരു കൈത്താങ്ങ് നൽകിയാൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരു പള്ളി മുഴുവൻ നിർമ്മിക്കണമെന്നില്ല. ആ പള്ളിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു നമ്മൾക്ക് ഒരുക്കുന്ന വീടിന്റെ ലാൻഡ് എന്ന് പറയുന്നത് ഭൂമിയിൽ എവിടെയുമല്ല, പിന്നെയോ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ചിന്തിക്കാത്ത സ്വർഗീയ രാമത്തിന്റെ ലാൻഡിൽ നിങ്ങൾക്കൊരു വീട് പണിയുമെന്നാണ് ഈ പറഞ്ഞത്. ചെറിയ വിഷയമാണോ? ഒരുങ്ങണ്ടേ? നമ്മൾ ഒരുങ്ങണ്ടേ? സഹോദരങ്ങളെ, മഹത്വരമായ പ്രതിഫലമല്ലേ ഈ പറഞ്ഞത്? ഇനി ഇതിനേക്കാൾ വലിയൊരു ബമ്പർ ഓഫർ എന്ത് വേണം? നിങ്ങൾ പറ, എന്ത് വേണം? ഒരു കാറ് കിട്ടും, ഇന്ന ടെക്സൈസ് കയറിയാൽ ഇത്ര രൂപക്ക് ഡ്രസ്സ് എടുത്താൽ എന്ന് കേട്ടാൽ ആവശ്യമില്ലെങ്കിലും അത്ര ഡ്രസ്സ് എടുത്ത് കൂപ്പൺ കഴിക്കണ ആളുകളാണ് നമ്മള്. അല്ലെ, വലിയ വലിയ ഓഫറുകൾക്ക് പിന്നാലെ പോകുന്നവരാണ് പുതിയ ജനറേഷൻ. എന്നാൽ ഈ ഓഫറുകൾക്ക് നമ്മുടെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു ഒരു വീടൊരുക്കുമെന്ന് പറയുമ്പോ എവിടെയാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ, പ്രകാശം എന്ന അർത്ഥം വരുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ് സാന്ദർഭികമായി ഞാൻ അറിവിന് വേണ്ടി പറയാണ്. സ്ത്രീകളുടെ അധ്യായം എന്നാണ് സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ അധ്യായം, സ്ത്രീകൾക്ക് വേണ്ട കുറേ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സൂറത്തിൽ. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊന്ന് വായിക്കാൻ. ആ സൂറത്തിന്റെ 36-ാമത്തെ വചനം എന്താണ്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹ് അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു. അല്ലാഹുവിന്റെ ചില വീടുകൾ, പള്ളികളെ കുറിച്ചായി പറയണേ. അല്ലാഹുവിന്റെ ചില വീടുകൾ, ആ പള്ളികൾ എന്തിനായിരിക്കണം? അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ ഉയർത്താൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ വേണ്ടി ചില വീടുകൾ, പള്ളികളെ കുറിച്ച് അല്ലാഹു പറയാൻ. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ. രാവിലും പകലിലും അതിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ മഹത്വ കീർത്തനം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളികൾ എന്ന് പ്രത്യേകം അല്ലാഹുവിനെ മാത്രം ഓർക്കുന്ന പള്ളികളെ കുറിച്ച് വലിയ സ്ഥാനം നൽകി പറഞ്ഞതായി കാണാൻ കഴിയും വിശുദ്ധ കലാമിലൂടെ മാത്രം. അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ധാരാളം ആളുകൾ കൂടുന്നിടത്തൊരു പള്ളി, അത് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്താണ്. ധാരാളം ആളുകൾ കൂടുന്ന സ്ഥലത്തൊരു പള്ളി. അത്തരം സ്ഥലങ്ങളിൽ പള്ളിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കളക്ഷന് വേണ്ടി വന്നാൽ, സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ, സഹോദരങ്ങളെ, അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ എടുത്തു കൊടുത്താൽ ഏറെ പുണ്യമാണ്. ആ കൊടുത്തതൊന്നും ബാക്കിയല്ല. ആ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യുന്നവരുടെ കൂലി, ആ പള്ളിയിൽ ഖുർആൻ ഓതുന്നവരുടെ കൂലി. പള്ളിയിലേക്ക് ഒരാൾ എന്തിനാ കയറണം? നന്മയുള്ള മനസ്സല്ലാതെ കയറുമോ പള്ളിയിൽ? എന്തെങ്കിലും തിന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും പള്ളി കയറുമോ? ഇല്ല. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സ്ഥലങ്ങളാ, 4 ചുമരുകളാകുന്ന പള്ളികൾ. അതുകൊണ്ട് നമ്മളെ സമ്പത്ത് നയിക്കു കൊടുത്താൽ കബർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സദഖത്തും ജാരിയാണത്. കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, കൊടുത്ത ആൾക്കാരുണ്ടാവും, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. ആദമിന്റെ മോനെ, നിന്റെ സമ്പത്തിൽ നിന്ന് നീ എന്ത് നേടിയെന്ന് നബി ചോദിച്ചില്ലേ? എന്താ നേടിയത്? നീ ഉടുത്തു നുരുമ്പിച്ചു പോയതും നീ തിന്നു കഴിഞ്ഞതും അല്ലാതെ നിനക്ക് എന്ത് കിട്ടി? നിന്റെ ഇൻവെസ്റ്റ്മെന്റ്, നിന്റെ സൂക്ഷിപ്പ് സ്വത്തുകളും നിന്റെ കറൻസികളും നിന്റെ ബാങ്ക് ബാലൻസുകളും നിന്റെ കയ്യിലുണ്ടെന്ന് നിനക്ക് പറയാമെന്നല്ലാതെ അത് കിട്ടി, ഞാനത് ഉപയോഗിക്കുമെന്ന് പറയാൻ 100-ൽ 100 ഉറപ്പിക്കാൻ ആർക്കാ പറ്റുക? ആർക്കും പറ്റൂല. അതുകൊണ്ട് റബ്ബ് തന്ന സമ്പത്ത് അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് മനസ്സറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നൊരു നേട്ടം, സഹോദരങ്ങളെ, അത് വലുതാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആളുകളൊക്കെ കൂടുന്നിടത്ത് അത്തരം പള്ളികൾ ഇങ്ങനെ അവർക്ക് എത്തിപ്പെടാൻ സൗകര്യത്തിന് റസൂലുള്ളാഹി നിർമ്മിച്ചു കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി പള്ളി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിലേക്ക് മനസ്സ് വെച്ച് പോന്നാൽ തന്നെ എന്താ കൂലി അറിയങ്ങൾ? വീട്ടിൽ നിന്ന് പൊതു കൊടുത്തിട്ട് പള്ളിയിൽ പോന്നാൽ ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയുണ്ട് നോക്കിയാണ്. അപ്പൊ എന്താ അതിന്റെ പ്രതിഫലം? എന്താണ് പള്ളിയുടെ? സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ പള്ളിയുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഈ ഓരിമുക്ക് അങ്ങാടിയിൽ കാണുന്ന കടകളുടെ അതേ മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാകാം. കല്ല്, മണ്ണ്, കമ്പി, അല്ലേ? പക്ഷേ പള്ളി എന്നുള്ള നീയത്തിൽ വഖഫ് ചെയ്തൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ബിൽഡിങ്ങുകളെ വില അല്ല ഇതിന്. പിന്നെയോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പള്ളികളിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് പോകണം എന്നാണ്. നമ്മളെങ്ങോട്ട് നല്ല ഡ്രസ്സ് ഇട്ട് പോകല്? ഒരു പാർട്ടി ഉണ്ടാവും, ഒരു കല്യാണം ഉണ്ടാവും, ഒരു ടൂറ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോകാനുണ്ട്. മഹാനായ ഇബ്നു ഉമർ, റസൂലുള്ളാഹിന്റെ സഹാബിയാണ്,
മുത്തബിഉ സുന്നയാണ്. അദ്ദേഹം പുത്തൻ ഡ്രസ് ഇട്ട ഒരാളെ കണ്ടു, നല്ല സുഗന്ധമൊക്കെ പൂശിയിട്ടുണ്ട്, പരമാവധി ഒരുങ്ങിയിട്ടുണ്ട്, മാക്സിമം ഒരുങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യനോട് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങട്ടാ? ഞാൻ ചെറിയൊരു ടൂർ പോവുകയാണെന്ന് പറഞ്ഞു. ചെറിയ യാത്രയിലാണ്. അദ്ദേഹത്തോട് ആ യാത്ര വിലക്കിയൊന്നുമില്ല. ഇബ്നു ഉമർ തങ്ങൾ മുത്തുനബിയുടെ സഹാബി പറയുകയാണ്, ഒരുങ്ങി വരാൻ ഏറ്റവും നല്ല ഇടം അള്ളാഹുവിന്റെ പള്ളികളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താണത്. അതെ, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അറാഫിന്റെ 31. എന്താ യാ ബനി ആദം എന്ന് പറഞ്ഞാൽ? ആദമിന്റെ മക്കളെ. നമ്മളൊക്കെ പെട്ടു. യാ ബനി ആദം, അല്ലയോ ആദമിന്റെ സന്തതികളെ, ഖുദൂ സീനതകും, നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കുക. ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോൾ. ഇതിന്റെ തഫ്സീർ എന്താ നിങ്ങൾ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞു കാണാൻ പറ്റും, പള്ളിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വെള്ള വസ്ത്രം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു പ്രത്യേക പുണ്യമുള്ള ഡ്രസ്സാണ്, കളറാണ്. വെള്ളിയാഴ്ചയെങ്കിലും നമുക്ക് ആ സുന്നത്തൊന്ന് കീപ്പ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സമയമൊക്കെ പോട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് വെള്ള വസ്ത്രം. ആ ഹദീസിന്റെ ബാക്കി എന്താ നിങ്ങള്? നിങ്ങൾ മരണപ്പെട്ടവരെ വെള്ള വസ്ത്രത്തിൽ പൊതിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് വിചാരിച്ച കിട്ടുന്ന കൂലിയാണ് അതൊക്കെ. ഉണ്ടാവൂല ഇപ്പോൾ വെള്ളക്ക്, വെള്ളിയാഴ്ചക്ക് മാത്രം എടുത്തേക്ക്. അങ്ങനെ ഉണ്ടായിരുന്നു സാബികൾക്ക്. വെള്ളിയാഴ്ച മാത്രം ഇടാൻ ഒരു വെള്ളക്കുപ്പായം. നമ്മൾ വിചാരിച്ച് നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? നമുക്കില്ലേ? ഞാൻ ആരെയും അത് ഇട്ട് വരാത്തവരെ കുറ്റപ്പെടുത്തിയൊന്നല്ല, അതൊരു കൂലിയാണ്. ഇനിയിപ്പോൾ വേറെ കളർ ഇട്ടു വിചാരിച്ച തെറ്റാണോ? അല്ല, അതല്ല പറഞ്ഞത്. പള്ളിയിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രിപ്പറേഷൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല അലങ്കാര വസ്ത്രം, ഉള്ളതിൽ നല്ലത് എന്നാ, പുതിയത് നല്ല അതിൻ്റെ അർത്ഥം. ഉള്ളതിൽ നല്ലത്, ദുർഗന്ധം വമിക്കാത്ത, അല്ലേ? നാലാളെ മുമ്പിലേക്ക് ഇട്ടുപോകാൻ പറ്റിയ ഡ്രസ്സ് ഇട്ട് പോവുക. ലോഗോകളുള്ള ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ എഴുത്തുകൾ, അങ്ങനത്തെ കുറച്ച് പരസ്യങ്ങൾ, ഇതൊക്കെ ഇട്ട് പള്ളിക്ക് വരുന്നവരോട് പരക്കെ നിർത്തി വെക്കുക. നമ്മൾ സ്വയം അപഹാസ്യരാകരുത് റബ്ബിന്റെ മുന്നിൽ. വരുന്നത് പടച്ചോന്റെ വീട്ടിലേക്കാണ്. ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ ഡ്രസ്സ് ശരിയല്ല. ബാക്കിൽ നിൽക്കണവന് വായിക്കാൻ പറ്റിയ കോലത്തിലോ അവൻ്റെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന ഡ്രസ്സ് ഇട്ട് വന്നാൽ അതിന്റെ ശിക്ഷ ഇറക്കണം. ശ്രദ്ധിക്കുക. അതുപോലെ ചില ക്ലബ്ബ് ടീമുകളുടെ ജേഴ്സികൾ ഇട്ട് വരുന്ന ആളുകൾ, എങ്ങോട്ടാ മോനെ നീ വരുന്നത്? എങ്ങോട്ടാണ് സഹോദര നീ വരുന്നത്? അള്ളാഹുവിന്റെ വീടുകളിലേക്കോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വൃത്തി എന്ന് പറയുമ്പോൾ ഡ്രസ്സിൽ മാത്രമല്ല, എത്ര വരെ പള്ളിക്ക് വരുമ്പോൾ സൂക്ഷിക്കാൻ പറഞ്ഞോരങ്ങള്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അകല ഫൂമൻ ഔ ബസലൻ ഫൽയഗ്തസിലുന. ഉള്ളി നിന്ന് പള്ളിയിൽ വരാൻ പാടില്ല. അവർ നമ്മുടെ പള്ളിയിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ. ഉള്ളി ഹലാലായൊരു ഭക്ഷണ, ലാ ശക്ക ഫീ. പക്ഷെ അത് പച്ചക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബികളുണ്ട്. ഉള്ളിത്തോലെന്ന് വന്നിട്ടുണ്ട് ഹദീസ്. ഉള്ളിത്തോലല്ല, ഉള്ളിയുടെ ഇല, ഉള്ളിയുടെ പുല്ല്, അതൊക്കെ തിന്നു കഴിഞ്ഞ വായിൽ നിന്ന് ഒരു സുഖമില്ലാത്ത മണം വരുന്ന സാധന. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ തിന്നുകൊണ്ട് പള്ളിയിലേക്ക് അവർ നമ്മളിൽ നിന്ന് റിവായത്തിൽ എങ്ങനെയാ? പള്ളിയിൽ നിന്ന് അവർ അകന്നു നിൽക്കട്ടെ. അനുവദിക്കപ്പെട്ട ഒരു സാധനം തിന്നിട്ട് അത് കാരണം ദുർഗന്ധമുണ്ടാകുമെന്ന് പേടിച്ചതിന്റെ കാരണത്താൽ മാറി നിൽക്കാൻ ആകാശ ലോകങ്ങളിൽ നിന്ന് വഹിയിറക്കുകയാണ് അല്ലാഹു. ഇത് നബി തങ്ങളെ കണ്ടുപിടുത്തല്ല. മതപരമായി അവിടുന്ന് എന്ത് പറഞ്ഞൊക്കെ വഹയാണ്. സംശയമുണ്ടോ? ഒക്കെ വഹയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഉള്ളി തിന്ന് പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം? ആ ഉള്ളി തിന്നു കഴിഞ്ഞാൽ ഒരു പച്ച ഉള്ളിയാണെങ്കിൽ അത് പ്രത്യേകിച്ച് പുറത്തു വരുന്ന മണം ശരിയല്ല. അത് പറയാനൊരു കാരണം കൂടി ഹദീസിന്റെ ബാക്കിയിൽ കാണാം. ഫഇന്നൽ മലായികത തതഅദ്ദാ ബിമാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. ആദം സന്തതികൾക്ക് അനിഷ്ടകരമായ മണങ്ങൾ, സ്മെല്ലുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ മലായികത്തുകൾക്കും അനിഷ്ടകരമാണ്. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ മലക്കുകളുടെ സ്ഥലം എവിടെയാ? ഓരിമുക്കങ്ങാടിയിലല്ല, പള്ളിയിലാണ്. അപ്പൊ പള്ളിക്ക് വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ വീടി വലിക്കാർക്ക് പള്ളിക്ക് വരാൻ പറ്റുമോ? നിർത്തുക. ഈമാണ്ടെങ്കിൽ നിർത്തണം. അതിന്റെ പുറത്തന്നെ എഴുതി വെച്ചില്ല. ചിലക്ക് ഖുർആൻ സുന്നത്ത് കേട്ടാൻ പറ്റൂല. സിഗരറ്റിന്റെ പുറത്തുള്ള ഒന്ന് മനസ്സിരുത്തി വായിക്കാം. പഠിച്ചോനെ ഇതിന്റെ കൊല്ലുന്ന സാധനമാണല്ലോ, ഓലെന്നെ എഴുതി വെച്ചിക്കണ്. എന്നിട്ട് അതാണെങ്കിലും വലിച്ചു വിടുന്നത്. നിനക്ക് ഈമാനോ? എന്ത് ഈമാൻ? അള്ളാഹു തന്ന ആരോഗ്യത്തെ
നിനക്ക് ഇന്ന് നിലനിൽക്കുന്ന ഈ ആരോഗ്യം ക്യാൻസറിന്റെ ബെഡുകളിൽ കിടക്കുന്നവരുടെ സ്വപ്നമാണ്, അല്ലാതെ പറയാൻ പറ്റുമോ? ചെല്ലേ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിൽ വെള്ളയും ധരിച്ച് കിടക്കുന്ന ആരോഗ്യം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരങ്ങളുടെ സ്വപ്നമാണ് ഇന്ന് നിന്റെ ആരോഗ്യം. ആ ആരോഗ്യമല്ലേ വലിച്ചു കേടിരുത്തുന്നത്? അല്ലെന്ന് പറയാൻ പറ്റും. ഒരു ഹൈറ് വീടി വലിക്കാനോടെ ഞാൻ പറയണം, ഒരു ഹൈറ് മുറുക്കുന്നവരോടെ ഞാൻ പറയണം, പാൻപരാഗ് ഉപയോഗിക്കുന്നവരോട് പറയണം. അതുപോലെയുള്ള ഉൽപ്പന്നം എനിക്ക് പേരറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ കൂട്ടിക്കോ. അല്ല അതൊന്ന് പള്ളിക്ക് വരിക, അനുവദിക്കപ്പെട്ട സാധനം തിന്നടക്കം പള്ളിക്ക് വരാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതം. ബാക്കി നിങ്ങൾ കൂട്ടി വെച്ചാൽ മതി. മലക്കുകളുടെ ധാരാളം സാന്നിധ്യം ഉണ്ടാകുന്ന ഇടകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അല്ലേ, വല തഖ്തുലു അൻഫുസക്കും, മോനെ നിന്റെ സ്വന്തത്തെ കൊല്ലല്ലേ. ആയത്തിന്റെ തഫ്സീർ എന്താ? ഇതൊക്കെ എണ്ണിയിട്ടുണ്ട്. സിഗരറ്റ്, ബീഡി, പുകല ഉൽപ്പന്നങ്ങൾ അല്ലേ. അപ്പൊ അവിടെയാണ് ഈ മഹാനായ ഇമാം ഇബ്നു മുബാറക്കിന്റെ ഒരു വാക്ക്, താബിഈയ, അദ്ദേഹം പറയണം, മതപരമായി ഞാൻ അനുവർത്തിക്കേണ്ട കാര്യമാണത് എന്നറിഞ്ഞിട്ടും അതെന്ന് മാറി നിൽക്കുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പക്ഷെ ശ്രദ്ധിക്കണില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ നടക്കുന്നവനാണ് ലോകത്ത് ആകാശത്തിന്റെ താഴെ ഏറ്റവും വലിയ ദുരന്തം. സലഫുകളെ വാക്ക, എൻ്റെ വാക്കല്ല, സംശയമുണ്ട്, ഞാൻ ഇറങ്ങിയിട്ട് കഴിച്ചു തരും, എന്നോട് ചോദിച്ചോളി. അപ്പൊ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ മലക്കുകൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പള്ളിക്ക് നിങ്ങൾ അങ്ങനെ വരല്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബ്രഷ് ചെയ്യാതെ പള്ളിയിൽ വരിക. എന്തുകൊണ്ടാ? നമസ്കാരത്തിന്റെ 5 നേരത്തെ വുളൂഇന്റെ സമയത്തും നിങ്ങൾക്ക് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പല്ല് തേക്കാൻ പറയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ എപ്പോഴും ബ്രഷ് ഒന്നും പിടിച്ച് നടക്കാൻ പറ്റൂല. എന്നാലും വേണ്ട, ആ ഉള്ളെടുക്കുന്നതിന് മുമ്പ് വിരലോട്ടൊന്ന് പല്ലേച്ചൊരു സുന്നത്തെടുത്തൂടെ? അത്രത്തോളം ശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അത്ര ശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു മതവും കാണാൻ പറ്റില്ല. ഇത്ര വരെ പറഞ്ഞ തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അത് മുടി ചീകലിൽ വേണം. പ്രകൃതി ശുദ്ധികളിൽപ്പെട്ടതാണ് മീശ വെട്ടി ഒതുക്കുക. മോനെ, നിന്റെ വായിലേക്ക് അത് ഇറങ്ങരുത്. താടി നീട്ടുക, ബ്രഷ് ചെയ്യുക, കക്ഷരോമങ്ങൾ പറിച്ചു കളയുക, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യുക. 40 ദിവസത്തിലധികം അത് വളർന്നാൽ അത് പാപമാണെന്ന് പഠിപ്പിച്ചു. നഖം വെട്ടുക, പിടിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്താ? ശുദ്ധിയുടെ ഭാഗമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം അള്ളാന്റെ പള്ളിക്ക് പോരേണ്ടത്. ഇങ്ങോട്ട് പോരലല്ല, ഒറ്റ പോരല്ലേ. സഹോദരങ്ങൾ, ഇത് പറഞ്ഞു തന്നെയാ. ഇതൊക്കെ നമുക്ക് അറിയാത്ത വിഷയങ്ങളാണോ? പക്ഷെ ഇതിൽ ഗൗനിക്കാത്ത ആളുകൾ സത്യത്തിൽ അല്ലാഹുവിനെ നിന്ദിക്കുകയല്ലേ ചെയ്യുന്നത്. അശ്രദ്ധ പല സമയങ്ങളിൽ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഈ പള്ളിക്ക് എത്തിയാൽ തന്നെ അല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വലത് കാലെ വെച്ച് കയറുക. പള്ളിയോടുള്ള ആദരവാണ്, ഹുർമത്താണ്. ആ സുന്നത്ത് നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ചില അശ്രദ്ധ കൊണ്ട് ചില കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ആരെയും മനസ്സ് കണ്ടിട്ടൊന്നല്ല പറഞ്ഞു, അശ്രദ്ധരായ ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. പള്ളിയിലേക്ക് വലത്തേക്കാലെടുത്ത് വെക്കത്തലും എത്ര കൊടുക്കണ്ടേ? അതിന് എത്ര കൊടുക്കണ്ടേ? ഇതിൽ കൊടുക്കണം. സഹോദരങ്ങൾ, വലത് കാലം വെച്ചാൽ കയറിയിട്ട് കാരണം അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ സ്വർഗത്ത് പോകില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും അമലുകൊണ്ട് സ്വർഗത്ത് പോകില്ല തന്നെ ഹദീസുണ്ട്. സ്വർഗത്ത് പോകണം. റസൂലുള്ളാഹിന്റെ സഹാബിയോട് ചോദിച്ചപ്പോൾ നിങ്ങളോ നബി, നിങ്ങളോ? സഹാബികളോട് നബി പറഞ്ഞു, ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹിന്റെ റഹ്മത്ത് എനിക്കും കിട്ടണം, അള്ളാഹിന്റെ റഹ്മത്ത് എനിക്ക് തരണേ എന്നാണ് പള്ളി കയറുമ്പോൾ പ്രാർത്ഥിക്കണം. ചെറിയ പ്രാർത്ഥനയാ, എത്ര കനുണ്ടെന്ന്, കിൻഡൽ കനല്ലേ. എന്താ പണിയുള്ളത്? അതിനെന്താണെന്നറിയോ? ചെല്ലം പണിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. അല്ലാഹുമ്മഫ്തഹി അബ്വാബ റഹ്മതിക എന്ന് പറയാൻ നമ്മളെ നാവിനൊരു പ്രയാസമില്ല, ഒരു പൈസയും കൊടുക്കും വേണ്ട. പക്ഷെ പറയാനുള്ള മനസ്സില്ലെങ്കിൽ ഒന്നും നടക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഫ്തഹ് ലി അബ്വാബ റഹ്മതിക, എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യങ്ങൾ വർഷിക്കുന്ന സ്ഥലേതാ? നമുക്ക് സംശയിക്കാതെ പറയാം, അത് അള്ളാഹിന്റെ പള്ളികളാണ്, അള്ളാഹുവിൻ്റെ പള്ളികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത സുന്നത്ത് എന്താ? നിങ്ങൾ തഹയ്യത്ത് നിസ്കരിക്കാതെ, 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. ഈ തഹയ്യത്തിന്റെ സ്ഥാനത്ത് ചിലർക്ക് അറിഞ്ഞൂടാ.
പള്ളിയിൽ കയറിയ 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഹറാമാക്കിയ സമയത്തടക്കം അത് ചെയ്യാൻ നാം ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിസ്കാരം ഹറാമാക്കിയ സമയങ്ങളില്ലേ, ഇതാ സുബഹിന്റെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇത്ര സമയം നിസ്കാരം ഹറാമായി ഇസ്ലാമിൽ നിസ്കരിക്കാൻ പാടില്ല. അസർ കഴിഞ്ഞാൽ പിന്നെ ആ അരുണശോഭ, അതായത് മഗ്‌രിബിയുടെ ഇടങ്ങളിലുള്ള കുറച്ച് സമയം സൂര്യൻ അസ്തമിക്കണ സമയം നിസ്കരിക്കൽ ഹറാമാണ്. 3-ാമത്തെ സമയത്ത് അറിയങ്ങള് ളുഹറിന്റെ മുമ്പുള്ള സൂര്യൻ നേരെ മണ്ടന്റെ മേലെ നിൽക്കുന്ന സമയം, നമ്മളെ നിഴല് കാണൂല. അപ്പൊ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ആ സമയത്താണ് നീ പള്ളിയിൽ കയറിയതെങ്കിൽ പോലും തഹിയ്യത്ത് നിസ്കരിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലിഞ്ഞ് സംശയമൊന്നും വേണ്ട, അതിലിഞ്ഞ് യാതൊരു സംശയവും വേണ്ട. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. അതാണ് ഹദീസ്, സ്വഹീഹായ ഹദീസാണ്. പള്ളിയിൽ കയറിയ 2 റക്അത്ത് നിസ്കരിക്കാതിരിക്കല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം അറിയുക, ഇമാം വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ നിർവഹിക്കുകയാണെങ്കിൽ പോലും ഖുതുബ ശ്രവിക്കൽ എത്ര നിർബന്ധമുള്ള കാര്യമാണ്. ഖുതുബന്റെ സമയത്ത് അപ്പുറത്തൊരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഉസ്താദ് ഓതിയ ആയത്ത് ഏത് സൂറത്തിലാന്ന് നടക്കാൻ ചോദിക്കാൻ പാടില്ല. ചോദിച്ചവൻ്റെ ഖുതുബ പോയി, അവൻ്റെ ളുഹർ അജുമാ പോയി, ഒരു പിന്നെ ളുഹറിൻ്റെ കൂലിയുള്ളൂ. അപ്പം ആരെങ്കിലും അങ്ങനെ അറിവില്ലാത്ത ആൾക്കാർ ചോദിച്ചാൽ ആംഗ്യം കാട്ടിയിടുമ്പോൾ മിണ്ടല്ലടാന്ന് പോലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബിൽ കാണാം, വെള്ളിയാഴ്ച ഖുതുബക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഖതീബന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര വലിയ സ്ഥാനത്താണ് നിങ്ങൾക്ക്. നബി തങ്ങൾ കയറിയ മിമ്പറിൽ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കുറേ ആൾക്കാർ മിണ്ടാതിരിക്കുകയാണ്. അതിൽ ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിൻ്റെ വില കൽപ്പിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്. ആ ഖുതുബ നിർവഹിക്കുന്ന സമയത്താണ് ഒരാൾ, ആ സമയത്ത് കയറി വരാൻ പാടില്ല. ഇനി യാത്രയിലോ മറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയറി വന്നാലടക്കം നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. എന്താ തെളിവുണ്ട്. ഒരിക്കൽ മുത്തുനബി മസ്ജിദുൻ നബവിയിൽ, ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട 3 പള്ളിയിലെ 2ാം റാങ്കുള്ള മസ്ജിദുൻ നബവിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ മഹാനായ സുലൈഖുനുൽ ഗത്ഫാനി എന്ന് പറയുന്നൊരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അദ്ദേഹം നിസ്കരിക്കാതെ ഇരുന്നു. റസൂലുള്ളാഹി മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം, നിസ്കരിക്കണീന് മുമ്പ് ഇരിക്കുകയാണോ? നമ്മളെ നാട്ടിൽ മനസ്സിലാണ് ഭാഷ പറഞ്ഞ അപ്പം ഖുതുബ ബാത്തിലാവുന്നതാണ് ചില വർത്താനങ്ങളൊക്കെ കേൾക്കണം. നബി ഖുതുബയിലാണ് ഇവ നിസ്കരിച്ച മോനെ. അത് നമ്മളെ നാട്ടിൽ അറബിയിൽ പള്ളി ഖുതുബ വരുന്ന പള്ളിയിൽ പറഞ്ഞു നോക്കട്ടെ, അടുത്ത ആഴ്ച ആൾ പുറത്താക്കും. കാരണം എന്താ, അത്തരം അറബി ഭാഷകളിൽ ഖുതുബ പറയുന്ന പള്ളികളിൽ പറയാറുള്ളത് രണ്ട് കാര്യത്തിനെ മാതൃഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. ഒന്നേതാ അറിയുന്നത്, പാമ്പ് അടിക്കാൻ വരണ്ടേ അപ്പം പറയാം, ഉണ്ട്, ചർച്ച ഉണ്ട്. പാമ്പ് അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ മിമ്പറുമ്പ് കയറിയ ആൾക്ക് ശരിക്കും കാണാലോ. അപ്പോൾ പറയാം, പാമ്പ് വരുന്നുണ്ട്, ജീവൻ വേണേ പൊയ്ക്കോളി എന്ന് പറയാം. രണ്ടാമത്തെ എപ്പോഴെന്നറിയോ, ഒരു കണ്ണുപൊട്ടനായ ഒരാള് ഒരു കുഴിയിലേക്ക് നടന്നു പോകുമ്പോ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ അതെ അയാൾ കണ്ടാൽ അപ്പം ഭാഷ മാറ്റിയിട്ട് അറബി മാറ്റിയിട്ട് മലയാളത്തിൽ പറയാം. അപ്പൊ ഇതിന് രസകരമായിട്ടൊരു സുഹൃത്ത് കൊടുത്ത മറുപടി വായിക്കുകയുണ്ടായി. എന്താണെന്നറിയോ, ഇതിനേക്കാൾ വലിയ നരകക്കുണ്ടിലേക്ക് പോണ ആൾക്കാരാണ്. ചിലപ്പോൾ കള്ളുടിയന്മാരുണ്ടാവും, ചിലപ്പോൾ പലിശ വാങ്ങണവരുണ്ടാവും, ചിലപ്പോൾ ശിർക്ക് ചെയ്യണവരുണ്ടാവും, വിദേഹത്ത് ചെയ്യണവരുണ്ടാവും. ഓലൊക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് നരകക്കുണ്ടിക്ക് പോകല്ല എന്ന് മനസ്സിലാണ് ഭാഷ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതൊരു ചോദ്യമല്ലേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ നിസ്കരിച്ചോ? മനസ്സിലാണ് ഭാഷയിലെ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറയാം ഫസ്വല്ലി റക്അത്തനെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കും, കൽപ്പനയാണ് അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കാം. അപ്പൊ എന്താ മനസ്സിലായത്? ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കാതിരിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. അത് ചുരുക്കി നിസ്കരിക്കാൻ പ്രത്യേകം അദ്ദേഹത്തോട് നബി പറഞ്ഞു. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം ചില ആൾക്കാർക്ക് സംശയം, ബാങ്കിന് ഉത്തരം കൊടുത്ത് നിസ്കരിക്കണോ, അതല്ല ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ? ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറയാണ്, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ നിനക്ക് ബാങ്കിന് ഉത്തരം കൊടുക്കലല്ല പ്രധാനം, അവിടെ 2 റക്അത്ത് നിസ്കരിച്ച് ഖുതുബ ശ്രവിക്കാനുള്ള നിസ്കാരം പെട്ടെന്ന് താങ്കൾ നിർവഹിച്ച് തീർക്കണമെന്നാണ്. ബാങ്കിന് ഉത്തരം കൊടുക്കലാണ് വേണ്ടത്. പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുക. ചില ആൾക്കാർ കാണാം ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് ഉത്തരം കൊടുത്ത് നിൽക്കണം, അത് ശരിയല്ല.
വേഗം നിസ്കരിച്ച്, കാരണം ബാങ്കിനേക്കാൾ നിർബന്ധമായ കാര്യം ഞാൻ എടുത്ത് നടക്കാൻ പോകണം ഖുതുബ. ആ ഖുതുബ കേൾക്കാനുള്ള ഒരുക്കം നേരത്തെ നിസ്കരിച്ച് തീർക്കുക. എന്നാലും അവിടെ നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. അപ്പം പള്ളിയോടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മര്യാദയായിട്ട് തഹയ്യത്ത് നിസ്കാരത്തെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ വരെ പള്ളിയിൽ ദീനി ദർസ് നടക്കുകയാണെങ്കിൽ പോലും അത് നേരെ വന്നിരിക്കാൻ പാടില്ല, 2 റക്അത്ത് നിസ്കരിച്ചിട്ടിരിക്കുക. ഇതൊക്കെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ സഫിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പള്ളിയിൽ ഇങ്ങനെ വന്ന ഒന്നാമത്തെ സഫിന് സ്ഥലം ഉണ്ടാവും, എന്നാലും കാണാൻ ബാക്ക് പോയി നിസ്കരിക്കണം. ബാക്ക് പോയി നിസ്കരിക്കുന്നത് കാരണം റസൂലുള്ളാഹി പറയും, ഒന്നാമത്തെ സഫിന്റെ കൂലി എങ്ങാനും ഈ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ ഓല അതിൽ നിൽക്കാൻ നറുക്കിടുമായിരുന്നു. സഹാബികൾ നറുക്കിട്ടിരുന്നു. ഓല് ഫസ്റ്റ് സഫിലേക്ക് തിരക്കിയിരുന്നു. ചില കാര്യം കണ്ടിട്ടില്ലെങ്കിൽ നിസ്കാര സഫ് ഇങ്ങനെ പൂർത്തിയായിട്ടുണ്ടാവും, എന്നാലും ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ്, ഒരാളെങ്കിട്ട് എല്ലാം തൊട്ടാലും നീങ്ങും, അപ്പുറത്ത് കയറിക്കാൻ പറ്റിയ ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ നിൽക്കാതെ ബാക്ക് പോയിക്കും. ഹദീസിൽ എന്താണെന്നറിയോ, ആ ബാക്കിൽ പോയി ഒറ്റക്ക് നിസ്കരിക്കണം നിസ്കാരമല്ല. ഇമാം അഹ്മദ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നിസ്കരിച്ചാലോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി ഇവിടെ ഉണ്ടോ അല്ലേ നമുക്ക് അറിഞ്ഞൂടെ. ആ തലക്ക് നിൽക്കുന്ന ഒരാളെ എല്ലാം കിട്ട് തൊട്ടാൽ എല്ലാവരും കിട്ട് തിരക്കിയിട്ട് കൊണ്ടേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാപ്പും ഇല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. പക്ഷെ ഒരാളൊന്നിട്ട് തൊട്ടാൽ കുറച്ച് നീങ്ങി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും. അവിടെ നിൽക്കാതെ ഞാൻ ഒറ്റക്ക് ബാക്ക് പോയാൽ ആ നിസ്കാരം വെറുതെയാണ്. അപ്പൊ നിസ്കാരത്തിൽ അങ്ങനെ കുറേ പള്ളിയിൽ വന്ന് ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇമാമിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആള്, ഇമാമിന് അതവിടെ ബോധം കെട്ട് വീണ കയറിക്കാൻ പറ്റിയ ആളായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ അതൊക്കെ ഉണ്ടോ? ഇമാമിൻ്റെ നേരെ ബാക്കിലിരിക്കണം 1-2 ആൾക്കാർക്ക് കുറച്ച് ഖുർആൻ ഓതുന്ന ആൾക്കാരായിരിക്കണം. ഇതൊന്നും അറിയാത്തൊരു ബാക്ക് പോയിക്കരുത്. അതൊക്കെ മര്യാദയാ. ചില ഇമാമ് മനുഷ്യനല്ലേ, ചിലപ്പോൾ അയാൾ ഒന്നുപോയി, എന്താ ചെയ്യണ്ടേ? ആൾ തലയിറങ്ങി വീണോ, എന്താ ചെയ്യണ്ടേ? പിന്നെ കാണാൻ ചില ആൾക്കാർ ഇമാമിനെ തെറ്റിക്കഴിഞ്ഞാൽ ഔർദൂർന്നൊക്കെ പറഞ്ഞെടുക്കണം. നിർത്തണം, പറഞ്ഞു കൊടുക്കേണ്ട നേരെ ബാക്കത്താണ്. നേരെ ബാക്കത്താൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. എന്ത് വേണം? അയാൾ ഖുർആൻ അറിയണം, അല്ലാത്തതിൽ ബാക്കിൽ നിൽക്കരുത്. അപ്പം ചില ആൾക്കാർ ശരിക്കും ഉസ്താദ് അങ്ങനെ ആരവിടെ ഉണ്ടാവുക, തിരഞ്ഞെടുക്കണം, ഓരെ പിടിച്ചു നിർത്തണം, നിങ്ങൾ അവിടെ നിൽക്കണ്ടെന്ന് പറയണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാ. ഇതൊക്കെ ചിലപ്പോൾ ഒരു പരിഹാസ്യമായി തോന്നിയേക്കാം, പക്ഷെ അത് ഇസ്ലാമിൽ പഠിപ്പിച്ചതാ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ചില ആൾക്കാർ പിന്തിങ്ങനെ പോകണം ഒന്നാമത്തെ സഫ്. ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, എന്ത്, ലാ യസാല ഖൗമൻ യതഅഖറൂന ഹത്താ യുഅഖിറുഹും അല്ലാഹു അസ്സ വജൽ. എത്രയാണ് പോലെ പിന്തി പോവുക? സഫുണ്ട്, മലക്കുകളെ സഫാന്നാ പറയുന്നത്. ഫസ്റ്റ് സഫ് മലക്കുകളെ സഫാണ്. അപ്പൊ ഈ ഇരിക്കണ മലക്കുകളെ സഫിലാണ് നിൽക്കുന്നത്. ചെറിയ ആൾക്കാരല്ലെങ്കിൽ സ്ഥലം ഉണ്ടായിട്ടും ബാക്കിക്ക് പോയാലോ അവരെ കുറിച്ചായി പറഞ്ഞത്. എന്ത്, പിന്തിക്കുന്ന കാലത്തോളം അള്ളാഹു പോലെ പിന്തിപ്പിച്ചാൽ കൊണ്ടുപോകും. എവിടുന്നറിയോ? സ്വർഗത്ത് നിന്ന് വരെയാണ് പിന്തിപ്പിക്കും. പോലെ എവിടുന്നാണ് ഈ പിന്തിരിഞ്ഞു പോണത്? നന്മകളിൽ നിന്ന്. കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ അവർക്ക് നന്മയോടുന്നൊരു താല്പര്യം ഉണ്ടാവില്ല. ആ ദുനിയാവിൻ്റെ വല്ല വിഷയയുടെ പോലെ അടിച്ച് കയറും മുമ്പ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഒരാളിനോട് പറഞ്ഞാൽ, ഉസ്താദ് വല്ലാതെ കിട്ടി താടിയൊന്നും ഞാൻ വെക്കണില്ല, അത്ര നന്നാകാൻ ഞാനല്ല, അഥവാ തെറ്റിപ്പോയാലോ, ഓ എന്താ ബേജാറ്. എന്നോട് ഒരാൾ പറഞ്ഞ ഈ പള്ളിയിൽ തരാണ്, അയാളിപ്പോടല്ല, പേരൊന്നും പറയണില്ല. നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് ഭയങ്കര ഈമാൻ കിട്ടുന്നുണ്ട്, പക്ഷെ താടി നീട്ടാൻ എനിക്ക് മടിയാണ്. കാരണം എന്താ അറിയോ, ഓവറായിട്ട് വേണ്ട, പാകത്തിന് ഇങ്ങനെ പോയാൽ മതി. അത് ദുനിയാവിൻ്റെ വിഷയത്തില്ല കേട്ടോ. ദുനിയാവിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് കയറില്ല മേലേക്ക്. എവിടേക്കാണ് ഈ പിന്തി പോണ? റസൂൽ പറയാം, നരകത്തിലേക്ക് പിന്തുന്നത് വരെ അള്ളാഹു അവരെ പിന്തിച്ചുകൊണ്ടു. നന്മ ചില കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയിരിക്കുക. പള്ളിയിലൂടെ സ്ഥലം ഉണ്ടാവും, ഓൽക്ക് ആ പള്ളിയുടെ ഉള്ളിൽ വന്നതുകൊണ്ട് ഹുതുബ നേരാവണ്ണം ഒന്ന് ശ്രദ്ധിക്കാനുള്ള മനസ്സ് പോലുമില്ല. തിരക്കിനിടയിൽ ഇടിച്ച് കയറി വരിക, എന്നിട്ട് കിട്ടിയോട് നിസ്കരിച്ച് പോവുക. അങ്ങനെയൊക്കെയാണോ പള്ളിയിൽ ചെയ്യേണ്ടത്? ഞാൻ ആ മനസ്സിൽ ചില കാര്യങ്ങൾ പറയാൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ കാര്യങ്ങള്? റബ്ബിന്റെ മഗ്ഫിറത്തേക്ക് ധൃതി പിടിച്ചു പോകാനാ പറഞ്ഞു. വക്കും തെല്ലും പിടിച്ചു പോകാനല്ല. ദീനിന്റെ നമ്മളെന്താ പ്രാർത്ഥിക്കല്ലോ, റബ്ബന ഹബ്ലന. ആ പ്രാർത്ഥനയുടെ അവസാനം എന്താ അവസാനം? അത് നമ്മൾ ശ്രദ്ധിക്കില്ല. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുർരിയാതിന ഖുർറത അയുൻ, ബാക്കി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മുത്തഖിയാക്കനല്ല, ഓലെ മുന്നിൽ നിൽക്കുന്ന ആളാക്കണം. അപ്പൊ മുന്നിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ആയത്തിനെതിരാ ചെയ്യണത്. ഈ ആയത്തിനെതിരെ. അതുകൊണ്ട് നന്മ എവിടെ ഉണ്ട് അവിടെ എത്തിക്കോളി, അത് ഉണ്ടാവുള്ളൂ. ഓരോ മരണം കേട്ടിട്ട് നമ്മൾ കണ്ണ് തുറക്കണില്ലെങ്കിൽ നമ്മൾ ഇനി നന്നാവോ? കൊറോണ വന്നിട്ട് നന്നാകത്തിറക്കി ഇവിടെ നന്നാവനാ. ഒരു ചെറിയ കണ്ണ് കാണാത്ത വൈറസ് അല്ലേ നമ്മളെ പെരയിലിരുത്തിയത്? അത്രേ ഉള്ളൂ. നമ്മള്
അത്രയുള്ളൂ നമ്മള്. അതുകൊണ്ട് ഈ ഹുങ്കും ഈ തിരക്കുകളും ഒക്കെ അവസാനിക്കുന്ന ഒരു സമയം ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മഅ്ഫിറത്തിലേക്ക് ധൃതിപ്പെട്ടു പോയിക്കോ. അത് നിലനിൽക്കണ ലോക. ഇതോ അടുത്ത സെക്കൻഡിൽ നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണ തീർന്നു മോനെ. ഇത് മനസ്സിൽ നിങ്ങൾ കോരി വെക്കുക. എന്നിട്ട് സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയാണ്, അർളഹു സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. ഉഇദ്ദത ലിൽ മുത്തഖീൻ, അല്ലാഹു അവരെല്ലാം നമ്മെ ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. അവസരങ്ങൾ അത് എപ്പോഴും നമ്മെ തേടി വന്നുകൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങൾ. നമ്മുടെ ഊരിമുക്ക് സലഫി മസ്ജിദ്, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ്, പല പള്ളികളിൽ ഈ ചെറിയ സർവീസിനിടയിൽ സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ദഅവത്ത് കൊണ്ടും അല്ലാത്ത നിലക്കും ഇത്രത്തോളം ആസ്വദിച്ചൊരു പള്ളി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. വല്ലാഹി ഞാൻ എന്തൊക്കെ ചിന്തിക്കാറുണ്ട്. മാസങ്ങളിലും അല്ലാത്ത സമയങ്ങളിൽ അടിക്കടി പ്രോഗ്രാമുകളും. നമ്മൾ ആരുടെയും കഴിവല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പള്ളി ധാരാളം ആളുകൾക്ക് പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കാരം കഴിഞ്ഞ് പൂട്ടിപ്പോണ പള്ളിയല്ല. എന്തായാലും നിങ്ങൾ മാർക്കിട്ടോളി, ഇതങ്ങനത്തെ ഒരു പള്ളിയല്ല. ഊരിമുക്ക് സെൽഫി പള്ളിയുമായിട്ട് മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ആളുകൾക്കറിയാം ഇവിടുത്തെ ദഅവാ സംരംഭങ്ങൾ. ചെറിയ രൂപത്തിലെങ്കിലും അറിയാം, വലിയ സംഭവമാക്കി പറയുന്നല്ല. ഈ നാട്ടിൽ ഒട്ടനവധി പള്ളികളുണ്ടെങ്കിലും ആ പള്ളികളേക്കാൾ അധികം യഥാർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാർ അവിടെ ഉള്ളത്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ പള്ളിക്ക് കയറിയാൽ നമുക്ക് കണ്ടിട്ടുണ്ടോ കുറേ പൊളിച്ചിട്ട സാധനങ്ങൾ പുറത്ത്. ഇത് ബാക്കിൽ നമ്മൾ അലമാറകളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഈ മതിലുകളൊക്കെ പൊളിച്ച് ഒന്നുകൂടി പള്ളി ബാക്കോട്ട് വിശാലാക്കാൻ പോവുകയാണ്. കാരണം എന്താ, നമ്മൾ പള്ളിയിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പം അതിന് നല്ലൊരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. നേരത്തെ അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള കൂലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഈ പ്രതിഫലം നിങ്ങൾ മനസ്സിലാക്കി ഇത് പറയാൻ തന്നെയാണ് ഞാനത് സൂചിപ്പിച്ചത്. 15 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റാണ് നമ്മുടെ പള്ളിയുടെ പരിപാടി. മുകൾ ഭാഗം വാർത്ത് ഒന്നുകൂടി സൗകര്യങ്ങൾ ചെയ്ത് നമ്മുടെ കാലം കഴിഞ്ഞാലും തലമുറകൾക്ക് ഇനിയും ഇവിടെ പ്രകാശം സ്ഫുരിപ്പിക്കാൻ ഈ പള്ളി മെമ്പറും ഇവിടുത്തെ ദഅവാ സംരംഭങ്ങളും ഈ പള്ളികളും ഇവിടുത്തെ മദ്രസൊക്കെ കാരണമാകണം. റോഡിൻ്റെ തൊട്ട് സൈഡിൽ നമ്മളെ പള്ളി. ഒരു യാത്രക്കാരൻ നമ്മൾ പള്ളി കണ്ട് കയറി ഇവിടുന്ന് സുജൂദ് ചെയ്താൽ ആ ഒറ്റ സുജൂദ് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. ഇവിടെ വന്ന് അദ്കാർ ചൊല്ലിയാൽ, റുക്കൂ ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, നന്മകൾ ചെയ്താൽ. അതുകൊണ്ട് ഇവിടങ്ങൾ പോകുമ്പോൾ ബക്കറ്റ് വീരുമൊന്നുമല്ല. എല്ലാവർക്കും അള്ളാഹു സമ്പത്ത് നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പള്ളിയുടെ 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ മുഖം തന്നെ മാറാൻ പോകുകയാണ്. നമ്മളെ പള്ളിയുടെ ഒന്നുകൂടി വികസിപ്പിക്കാൻ പോവുകയാണ്. അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളിൽ പ്രത്യേകം പറഞ്ഞ് ആളുകൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ താങ്കളൊന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഉണർത്തിയതാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ആ രൂപത്തിൽ നമുക്ക് വിനിയോഗിക്കാം. കാരണം അവസരങ്ങൾ ചിലപ്പോൾ എപ്പോഴും കിട്ടൂല. ജീവിതമാകുന്ന അവസരം തീർന്നു പോകുമല്ലോ. പിന്നെ നമ്മളെ കുടുംബം, നമ്മളെ വണ്ടി, നമ്മളെ ലാൻഡുകൾ, നമുക്ക് വേണ്ടപ്പെട്ട ചങ്ക് ബ്രോകൾ, അല്ലേ, ഇവരൊക്കെ നമ്മൾ അകന്നു പോണ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് മരണം ഒരു വലിയ വിഭ്രാന്തിയും പേടിയുമായിട്ട് മരണത്തിൻ്റെ സമയത്ത് ചിലക്കാർക്ക് നിലനിൽക്കൽ ഒക്കെ നീങ്ങിപ്പോകാൻ. എൻ്റെ കൂടെ ഇത്രയും കൊല്ലം കിടന്ന ഭാര്യ വരെ ഇനി എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ കണ്ണടച്ചാൽ അവൾ ഒരു പക്ഷേ മറ്റൊരാളുടെ ഭാര്യയായി മാറുന്നൊരവസ്ഥയിലേക്ക് ഞാൻ നീങ്ങാൻ. പിന്നെ ഞാൻ പോയി കിടക്കുന്നത് പുതിയ അനുഭവങ്ങളാണ്, പുതിയ കാഴ്ചകളാണ്, അനുഭൂതികളാണ്. അത് ഖബറാണ്. ഖബറ് രക്ഷപ്പെട്ട അവിടുന്ന് അങ്ങോട്ടൊക്കെയുള്ളൊക്കെ രക്ഷയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തഖുന്നാർ വലൗ ബിശിഖി തംറ, ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു കാരക്കച്ചുളയുടെ ചീന്തുകൊണ്ടെങ്കിലും ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇതാ, ഈ അവസരത്ത് മാത്രമൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളിയാഴ്ച ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഈ പരിസരം 10 കിലോമീറ്റർ പരിസരത്തുള്ളവർക്ക് എന്താ തടസ്സം? നിങ്ങളുടെ ജോലിയാ? അത് പറയാൻ പാടില്ല ദീനില്. കാരണം എന്താ, ദീനിന് സ്ഥാനം കൊടുത്തിട്ട് ജോലി.
അത്തരം ജോലികൾ നമുക്ക് തടസ്സാണോ? റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോരണം. എന്നിട്ട് ദീനിനോട് സഹകരിക്കാൻ പറ്റിയ ജോലി എടുക്കണം. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾക്ക് ബന്ധം പറയാലോ, പിന്നെ എന്താ അതിൻ്റെ അപ്പുറത്തൊരു സത്യം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് നമ്മളെ പടച്ചുണ്ടാക്കി ഈ ബോഡി ഇങ്ങനെ അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. ആയത്തിൻ്റെ 2009 ഈ ബോഡി ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ട് പറഞ്ഞു വിട്ടത് ഇവിടെ കുറേ ഉണ്ടാക്കാനല്ല, അപ്പുറത്തൊക്കെ ഉണ്ടാക്കാൻ. ആ ലോകത്തിൻ്റെ പേരാണ് പരലോകം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്ത്? അതെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട് ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുത്ത് ഭാരമേറിയ പരലോകത്തെ വിസ്മൃതിയിലേക്ക് തള്ളുന്നവർ. അതിൽ ഓരിമുക്കിൽ എൻ്റെ കുത്തുവെക്കണ ആരുണ്ടാകരുത്, ഞാനുണ്ടാകരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും മറുവിഭാഗത്ത് നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാവിജയികളിൽ, ഭാഗ്യവാന്മാരിൽ, സാധുക്കളായ പാപികളായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വലിയ സ്ട്രോക്ക് വന്ന് തറന്നു വീണ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ 4 വയസ്സായ നമ്മുടെ പള്ളിയിൽ വരുന്ന 2 സജീവരായ ഒരു പ്രവർത്തകൻ്റെയും പേരക്കുട്ടി മംഗലാപുരം ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിയുടെ ബ്ലഡും മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ചില ചികിത്സകൾക്ക് നാളെ ആ കുട്ടി വിധേയനാവുകയാണ്. അള്ളാഹു ആ ചെറിയ പിഞ്ചുമോൻ്റെ ശരീരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് അള്ളാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിലേക്ക് ആരോഗ്യത്തോടു കൂടിയ കുട്ടിയെ നൽകുമാറാകട്ടെ. ദീനിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കുട്ടിയാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സുഹൃത്ത് ജോലി ആവശ്യാർത്ഥം നാളെ UAE പോവുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളിയിൽ വരുന്ന മറ്റൊരു ഇക്കാക്ക, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുഴയായി ക്യാൻസർ സംബന്ധമായ പ്രശ്നത്തിലാണ്, കീമോ കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് വേറെയും ചില ആൾക്കാരുണ്ട്. ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു സഹോദരി ICUവിലാണ്, ഏറെ പ്രയാസപ്പെട്ട നിലക്കാണെന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു ആ സഹോദരിയുടെ ശരീരത്തിലെ രോഗാവസ്ഥകൾ അള്ളാഹു ശമനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാം പൂർണ്ണാർത്ഥത്തിൽ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സമയം സ്വർഗം കണ്ട് മരിക്കുന്ന മരണത്തിൻ്റെ സമയമാകാൻ നമ്മളൊക്കെ പ്രയത്നിക്കുക. അള്ളാഹു ആ അവസരം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم